ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഹൈറിച്ചിൻ്റെ കേസ് നടത്തുന്നു എന്ന് അവകാശപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് അവകാശപ്പെടുന്ന ഒരാളുടെ ഒരു 5 മിനിറ്റ് വീഡിയോ ഓഡിയോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ ഇവനെന്ത് പറ്റി എന്ന് ചിന്തിച്ചു പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറിച്ചിന് വേണ്ടിയിട്ട് കോരം വാദിക്കുന്ന, കോടിക്കണക്കിന് രൂപ ഇട്ട് ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്ന ആൾക്കാർ പോലും ചോദിക്കുന്നത് ഇതെന്താണ് ഉദ്ദേശിച്ചത്? കേസ് നടത്തിയിട്ടോ അല്ലെങ്കിൽ FIR ഇട്ടിട്ടോ ഒരു കാര്യവുമില്ല. ഇതുപോലെയുള്ള തട്ടിപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവർക്ക് മാക്സിമം കിട്ടാവുന്നത് 7 വർഷ ശിക്ഷയാണ്. അത് കഴിഞ്ഞാൽ ഇവർ വീണ്ടും ഇതുപോലെയുള്ള തട്ടിപ്പുകളുമായി പുറത്തിറങ്ങും. അതുപോലെ തന്നെ ആർക്കും തന്നെ പണം കിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാതെ പറയുന്നത് പോലെ എല്ലാവർക്കും ഫീൽ ചെയ്തു. എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, FIR ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞതെങ്കിൽ കൂടി അതിലൂടെ ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നുണ്ട്. സമാന കേസുകളുടെയൊക്കെ ടോട്ടൽ ഫോറിയും മറ്റേ പ്രവീൺ റാണയുടെയൊക്കെ തട്ടിപ്പുകൾ ഇദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ചില തിരിച്ചറിവുകൾ നല്ലത് തന്നെയാണ്. ഇത് ഈ ടോട്ടൽ ഫോർ യു അല്ലെങ്കിൽ പ്രവീൺ റാണയുടെ തട്ടിപ്പ് ഒക്കെ അവർക്ക് യാതൊന്നും തന്നെ അറ്റാച്ച് ചെയ്യാനും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 212 കോടിയും മറ്റ് സ്വത്തുക്കളും വാഹനങ്ങളും വീടുകളും അങ്ങനെ ഈ കമ്പനിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ഒരുപാട് സ്വത്തുക്കൾ അത് ഇവിടെ സർക്കാർ പിടിച്ചെടുത്തിട്ടുണ്ട്. ബഡ്സ് അതോറിറ്റി പിടിച്ചെടുത്തിട്ടുണ്ട്. ആ പണം നിങ്ങൾക്ക് വേണമോ വേണ്ടയോ എന്ന് മാത്രമാണ് ഇവിടെ ചോദ്യമുള്ളത്. അതിൽ പരാതിയുള്ളവർക്ക് മാത്രമേ അതിന് അർഹതയുണ്ടാവൂ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ FIR ഇടുകയും പരാതി നൽകുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരും അവകാശപ്പെടുന്നത് മുന്നോട്ടുള്ള നടപടികൾ എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് തുടങ്ങിയ കഴിഞ്ഞ ഏപ്രിൽ 1 വർഷമാവുന്നു. ഗ്രൂപ്പ് തുടങ്ങിയ ആൾക്കാരും കരുതിയിരുന്നത് നല്ല രീതിയിൽ ഇങ്ങനെ ലീഡർമാർ ഈ കമ്പനിയെ വലിച്ചു നീട്ടുമ്പോൾ ലീഡർമാർക്ക് രക്ഷപ്പെടാൻ വേണ്ടി കേസ് വലിച്ചു നീട്ടുന്ന സമയത്ത് ഇതിലൊരു തീരുമാനമാക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ കേസുമായിട്ട് ബന്ധപ്പെട്ടത് എന്നാണ് ഇവർ പറഞ്ഞു നടന്നിരുന്നത്. എന്നാൽ അവരുമായിട്ട് ചേർന്ന സമയത്ത് ഇവർ കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ആൾക്കാരായി മാറി എന്നുള്ളതാണ് ആ ഗ്രൂപ്പിലെ ബഹുഭൂരിപക്ഷം ആൾക്കാരുടെയും അഭിപ്രായം. അങ്ങനെയാണ്. എന്തു പറ്റി ഇദ്ദേഹത്തിന്? ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. പ്രതാപൻ്റെ ആദ്യത്തെ അടി ഞാൻ അടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് പ്രതാപന് വേണ്ടി എന്തും ചെയ്യുന്ന, എന്ത് വൃത്തികേടും ചെയ്യുന്ന ആ നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രതാപൻ ഇപ്പോൾ കിടക്കുന്നത് 2011 തട്ടിപ്പിൻ്റെ കേസിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ നല്ലത് എന്ന് മാത്രമേ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ 2011 കേസ് അറസ്റ്റ് വരിച്ചിരിക്കുന്നത് ഈ വർഷമാണ്, വെറും 14 വർഷത്തിന് ശേഷം. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ 10ഉം 14ഉം വർഷം ഇതുപോലെ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ എന്ത് ബാക്കിയുണ്ടാവും എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. വേണ്ടുന്നവർ പരാതിയുമായിട്ട് മുന്നോട്ട് പോവുക. ഇതുപോലെ കേസ് വലിച്ചു നീട്ടുന്നത് അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഗ്രൂപ്പുകളായി ചേർന്നുകൊണ്ട്, ഒരു സംഘശക്തിയായി ചേർന്നുകൊണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കമ്പനിയെയും ലീഡർമാരെയും രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ സൊസൈറ്റികളും
ഇതുപോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇനി മനസ്സിലാക്കേണ്ടതില്ലല്ലോ. ബൈ.